നമസ്കാരം. പണം ആകർഷിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ടെക്നിക്കിനെ പറ്റി ഒരുപാട് പേർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതിലെ ഓരോ ഘട്ടങ്ങളും ശരിക്കും എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. ഈ ശക്തമായ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗത്തിൽ പണം ആകർഷിക്കാൻ സഹായിക്കും. കേൾക്കുമ്പോൾ തന്നെ വലിയൊരു വാഗ്ദാനമായിട്ട് തോന്നുന്നില്ലേ? അപ്പം ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് എന്നാണ് അവർ പറയുന്നത്. ശരി, നമുക്കവർ നിർദ്ദേശിക്കുന്ന ഓരോ സ്റ്റെപ്പുകളിലൂടെയും ഒന്ന് വിശദമായിട്ട് തന്നെ കടന്നുപോകാം. അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനത്തിന് 6 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം മനസ്സിനെ ഒന്ന് ഒരുക്കിയെടുക്കുന്നത് മുതൽ അവസാനം പ്രപഞ്ചത്തിൽ പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കുന്നത് വരെ. ഈ ധ്യാനം എങ്ങനെയാണ് ഘടമിച്ചിരിക്കുന്നത് എന്ന് ഈ ഘട്ടങ്ങൾ നമുക്ക് കൃത്യമായി കാണിച്ചു തരും. ഒന്നാമത്തെ ഘട്ടം, ഇത് ശരിക്കും ഒരു തയ്യാറെടുപ്പാണ്, ഒരു ഫൗണ്ടേഷൻ ഇടുന്നതുപോലെ. ഏത് ധ്യാനം തുടങ്ങുമ്പോഴും നമ്മൾ ചെയ്യാറുള്ളതുപോലെ ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക, എന്നിട്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ ഒന്ന് അടർത്തി മാറ്റുക. അതുതന്നെയാണ് ഇവിടത്തെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തെ ഘട്ടത്തിന് അവർ കൊടുക്കുന്ന പേര് തന്നെ രസകരമാണ്, സ്ലേറ്റ് ക്ലീൻ ചെയ്യുക എന്ന്. അതായത് നമ്മളൊരു സ്ലേറ്റിൽ പുതിയതായി എന്തെങ്കിലും എഴുതുന്നതിന് മുൻപ് പഴയത് മുഴുവനായി അങ്ങ് തുടച്ചു നീക്കല്ലേ, അതുപോലെ ഇവിടെ നമ്മൾ തുടച്ചു നീക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെയും വിശ്വാസങ്ങളെയുമാണ്. ഈ ധ്യാനമനുസരിച്ച് നമ്മൾ ആദ്യം ഒഴിവാക്കി കളയേണ്ട കുറച്ചു വികാരങ്ങളുണ്ട്. ഭയം, ഒരു കാര്യത്തിനുള്ള മടി, എനിക്കിത് വേണം എന്നുള്ള തോന്നൽ, പിന്നെ ഇല്ലായ്മ, നിരാശ, ഇതൊക്കെ. ഇതിന്റെ എല്ലാം ബേസ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വരുന്നത് കയ്യിലില്ല എന്നൊരവസ്ഥയിൽ നിന്നാണ്. അതുകൊണ്ട് സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം ഈ വികാരങ്ങളെ മനസ്സിൽ നിന്നൊഴിപ്പിച്ച് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കണം. ഇതിലെ ഏറ്റവും കൗതുകം നിറഞ്ഞൊരാശയം എന്താണെന്ന് വെച്ചാൽ ആവശ്യം എന്ന ആ ഒരു ചിന്തയെ തന്നെ അങ്ങ് ഉപേക്ഷിക്കാനാണ് ഇവർ പറയുന്നത്. കാരണം എനിക്ക് ഇന്ന് സാധനം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷം അത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴില്ല എന്നൊരു സത്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? അതിനു പകരം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു ശക്തമായ പോയിന്റിൽ നിന്ന് വേണം സമൃദ്ധിയെ സമീപിക്കാൻ. ശരി, അപ്പോൾ നമ്മുടെ സ്ലേറ്റ് ഇപ്പോൾ ക്ലീനാണ്. ഇനി അടുത്ത ഘട്ടം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുകയല്ല, മറിച്ച് നമ്മുടെ ഭാവനയുടെ ശക്തി ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഒരു പുതിയ യാഥാർത്ഥ്യം മനസ്സിലങ്ങ് പടുത്തുയർത്തുകയാണ്. ഈ ഒരു ഘട്ടത്തില് ഈ ധ്യാനം നമ്മളോട് വളരെ ശക്തമായൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ എത്രയോ അധികം പണം നിങ്ങളുടെ കയ്യിൽ വന്നാൽ ആ ഒരു നിമിഷം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പണത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല, മറിച്ച് ആ ഒരു അളവറ്റ സമ്പത്ത് നിങ്ങൾക്ക് തരുന്ന ആ ഒരു സ്വാതന്ത്ര്യം, സന്തോഷം, സുരക്ഷിതത്വം, അത് പൂർണ്ണമായി അങ്ങ് അനുഭവിക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇനി നാലാമത്തെ ഘട്ടം. ഇവിടെയാണ് ഈ മെഡിറ്റേഷന്റെ ശരിക്കുമുള്ള കാതൽ വരുന്നത്. ഇവിടെ പണത്തെ നമ്മൾ കാണുന്ന പോലെയുള്ള കറൻസി നോട്ടുകളോ ബാങ്കിലെ അക്കങ്ങളോ ആയിട്ടല്ല കാണുന്നത്. പകരം പണം എന്ന് പറയുന്നത് ഒരു തരം ഊർജമാണ് എന്ന രീതിയിൽ അതിനെ പുനർനിർവചിക്കുകയാണ്. ഈ ധ്യാനത്തിന്റെ ആണിക്കല്ല് എന്ന് പറയാവുന്ന ഒരു നിർവചനമാണിത്. പണമെന്നാൽ നിങ്ങൾ ആകർഷിക്കുന്ന ഒരു ഊർജം മാത്രമാണ്. ഈ ഒരൊറ്റ ആശയം ശരിക്കും ഉൾക്കൊണ്ടാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന വിഷ്വലൈസേഷൻ പ്രോസസ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. അതായത് പണം നമ്മൾ തേടിപ്പോകുകയല്ല, നമ്മളിലേക്ക് ആകർഷിക്കുകയാണ് വേണ്ടത്. അപ്പോ ഈ പറയുന്ന പണ ഊർജത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും? അതിനൊരു 3 ഘടകങ്ങളുള്ള ഒരു വിഷ്വലൈസേഷൻ പ്രക്രിയയുണ്ട്. ഒന്നാമതായി, സമൃദ്ധിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന പ്രകാശം മനസ്സിൽ കാണുക. രണ്ടാമതായി, ആ പ്രകാശം പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു പുഴ പോലെ ഒഴുകി വരുന്നതായിട്ട് അനുഭവിക്കുക. അവസാനം ആ ഊർജം നിങ്ങളുടെ ഈ ഭൗതിക യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായി മാറാൻ അങ്ങ് അനുവദിക്കുക. അഞ്ചാമത്തെ ഘട്ടം. ശരി, നമ്മൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിൽ കണ്ടുകഴിഞ്ഞു. ഇനി അടുത്ത പടി. ചില പ്രത്യേക വാചകങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ആ പുതിയ യാഥാർത്ഥ്യത്തെ നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങ് കോരിയിട്ട് ഉറപ്പിക്കാൻ പോവുകയാണ്. ഇതിനെ ഒരുതരം പ്രോഗ്രാമിംഗ് എന്ന് തന്നെ പറയാം. ഈ ധ്യാനത്തിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ ഞാൻ എന്ന് തുടങ്ങുന്ന വളരെ ശക്തമായ പ്രസ്താവനകളാണ്. അതിൽ ആദ്യത്തേതാണിത്: ഞാൻ ഒരു മണി മാഗ്നറ്റാണ്. ഇത് പറയുന്നതിലൂടെ നിങ്ങൾ പണത്തിന്റെ പിന്നാലെ പോവുകയല്ല, മറിച്ച് പണം നിങ്ങളിലേക്ക് ഒരു കാന്തത്തിലേക്ക് എന്ന പോലെ ആകർഷിക്കപ്പെടുകയാണ് എന്ന വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്
പണം നിരന്തരം ഒഴുകിയെത്തുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. ഈ പറയുന്ന സ്ഥിരീകരണങ്ങളെല്ലാം പ്രസന്റ് ടെൻസിലാണ്, അതായത് വർത്തമാനകാലത്തിലാണ്. ഭാവിയിലെപ്പോഴോ പണം വരും എന്നല്ല, മറിച്ച് ഇപ്പോൾ ഈ നിമിഷം പണം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യമായാണ് ഇവിടെ സമ്പത്തിനെ കാണുന്നത്. എനിക്ക് അപരിമിതമായ സമൃദ്ധിയുണ്ട്. ഈയൊരു വാചകം നമ്മൾ തുടക്കത്തിൽ ഒഴിവാക്കാൻ ശ്രമിച്ച ആ ഇല്ലായ്മ അല്ലെങ്കിൽ എനിക്ക് പരിമിതികളുണ്ട് എന്ന ചിന്തയെ നേരിട്ട് തിരുത്തിയെഴുതാൻ വേണ്ടിയുള്ളതാണ്. എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളതെല്ലാം എന്റെ കയ്യിലുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ സ്ലേറ്റ് ക്ലീൻ ചെയ്യുക എന്ന ആശയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നൊരു പ്രസ്താവനയാണ്. എനിക്കിത് വേണം എന്ന ആവശ്യബോധത്തെ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഈ സ്ഥിരീകരണങ്ങളുടെ ഒടുവിലായി വരുന്നത് പ്രപഞ്ചം എല്ലായ്പ്പോഴും നൽകുന്നു എന്നതാണ്. ഇവിടെ നമ്മുടെ ശ്രദ്ധ നമ്മളിൽ നിന്നും മാറി നമ്മളെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഇനി ആറാമത്തെയും അവസാനത്തെയും ഘട്ടം. ഇതുവരെ നമ്മൾ വിഷ്വലൈസ് ചെയ്തും എഫേം ചെയ്തും വളരെ ആക്റ്റീവായിട്ട് പരിശ്രമിക്കുകയായിരുന്നു, അല്ലേ? ഇനി എല്ലാ നിയന്ത്രണങ്ങളും അങ്ങ് ഉപേക്ഷിച്ച് പ്രപഞ്ചത്തിന് പൂർണ്ണമായിട്ടങ്ങ് സമർപ്പിക്കാനുള്ള സമയമാണ്. ഈ അവസാന ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങൾ രണ്ടെണ്ണമാണ്: നന്ദിയും കടപ്പാടും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തിൽ അതിന് നന്ദി പറയുക. ആ നന്ദി പറയുന്നതിലൂടെയാണ് നമ്മൾ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ യാഥാർത്ഥ്യം പൂർണ്ണമാവുന്നത് എന്നാണിതിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ധ്യാനത്തിന്റെ ആകെത്തുക ഈ ഒരൊറ്റ വാക്യമാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടേതാണ്. അതായത് ഈ പ്രോസസ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾ പിന്നെ ഒന്നിനു വേണ്ടിയും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നൊരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാനസികാവസ്ഥ ഇങ്ങനെയായിരിക്കണം: ഫലം എപ്പോഴ് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള ടെൻഷൻ പൂർണ്ണമായി അങ്ങ് ഉപേക്ഷിക്കുക. പ്രപഞ്ചത്തിന്റെ പ്രക്രിയയിലും അതിന്റെ സമയത്തിലും പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കുക. അപ്പോ ഈ ധ്യാനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം ഇതാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം നിങ്ങളുടേതായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വെറുതെ വിശ്വസിക്കുന്നതിലൂടെ മാത്രം എന്ത് മാറ്റമാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക, അല്ലേ? ഇതൊരു രസകരമായ ചോദ്യമാണ്. ഈ ഒരു ചിന്തയിൽ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം.